ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ സിനിമയാണല്ലോ രായൻ. ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് നായകനെത്തുന്ന ചിത്രത്തിന്റെ കേരള റൈറ്റ്സ് എത്ര കോടി രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ടു, സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് പ്രൈസിൽ തമിഴ്നാട് കളക്ഷൻ എല്ലാം തന്നെ എത്ര തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ തിങ്കളാഴ്ച രാത്രിയോടെ 1,80,00,000 വേൾഡ് വൈഡ് പ്രൈസിൽ എത്തപ്പെട്ട സിനിമ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 4,50,00,000 വേൾഡ് വൈഡ് പ്രൈസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ അത് 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൽ 3 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷനും തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന പ്രീസെയിലാണ്. ഇനി നമ്മുടെ കേരളത്തിലെ സിനിമയുടെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഗോകുല മൂവീസ് ആണ് സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 26 മുതൽ സിനിമയ്ക്ക് മികച്ചൊരു സ്ക്രീൻ കൗണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇപ്പോഴത്തെ ഗോകുല മൂവീസ് 1,50,00,000 രൂപയ്ക്കാണ് കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ സിനിമ 4.5 കോടി റേഞ്ചില് ഫൈനൽ കളക്ഷൻ നേരിടുക്കണം ബ്രേക്ക് ഈവൻ ആകാനായിട്ട്. ക്യാപ്റ്റൻ മില്ലറിന്റെ കേരള ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ സിനിമ ബ്രേക്ക് ഈവൻ ആകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. കങ്കുവ എന്ന സിനിമയുടെ കേരള വിതരണവും അങ്ങനെ ഗോകുല മൂവീസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സമീപകാലത്തെ ഒരുപാട് തമിഴ് സിനിമകൾ സ്വന്തമാക്കുന്ന കേരളത്തിലെ വിതരണ കമ്പനിയായിട്ട് ഗോകുലം ഗോപാലന്റെ ഗോകുല മൂവീസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്ര കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയെന്ന് ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ അറിയാം. നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം 7-10 കോടി റേഞ്ചിലാണ് സൂര്യ ചിത്രം കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതോടെ ഒരു സൂര്യ സിനിമയുടെ റെക്കോർഡ് തുകയ്ക്ക് കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവരുന്ന സിനിമ കൂടിയായിട്ട് സൂര്യയുടെ കരിയർ ബെസ്റ്റ് ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായി കങ്കുവ മാറുകയാണ്. ഇതോടെ കേരളത്തിൽ സിനിമ വമ്പൻ കളക്ഷൻ നേടിയെടുത്താലേ വിജയിക്കുകയുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾക്കായിട്ട് റൈറ്റ്സ് കൃത്യമായിട്ട് അറിയാനായിട്ട് കാത്തിരിക്കൂ. ലാലേട്ടന്റെ അടുത്തൊരു സിനിമ കൂടി ലാലേട്ടന്റെ ലൈനപ്പിൽ ഇടം പിടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അത് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയാണ്. ആവാസ വ്യൂഹം എന്ന ഡോക്യുമെന്ററി പുരുഷ പ്രേതം എന്ന സിനിമ ഒരുക്കിയ സംവിധായകനാണ് കൃഷാന്ത്. നാഷണൽ അവാർഡ് ജേതാവ് കൂടിയായ കൃഷാന്ത് ലാലേട്ടന് മറ്റൊരു സിനിമ ചെയ്യുമ്പോൾ ഏറെ പ്രതീക്ഷകളോടെ തന്നെയാണ് മലയാളി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ഒരു വ്യത്യസ്ത സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ മമ്മൂട്ടി കൃഷാന്ത് കോംബോയിൽ സിനിമ വരേണ്ടിരുന്നതായിരുന്നു. എന്നാൽ ആ ലൈനപ്പിനിടയിലാണ് GVM സിനിമ വന്നത്. സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടത്. മമ്മൂട്ടി പ്രോജക്റ്റിന് മുന്നേ തന്നെ ലാലേട്ടൻ പ്രോജക്റ്റിലേക്ക് കൃഷാന്ത് കടക്കുമ്പോൾ കാത്തിരിക്കാം. കൃഷാന്തിന്റെ ലാലേട്ടൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾ കേട്ട്